പാകിസ്ഥാൻ ട്രംപ് പറയുന്നത് എന്തും ചെയ്യും. ട്രംപിന് വേണ്ടി ഏതറ്റം വരെ പോകും. കാരണം പാകിസ്ഥാന് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം അവസാനിപ്പിച്ചു കാണാൻ ആഗ്രഹമായിരുന്നു. ഒരു പരിധി വരെ അത് വിജയിച്ചു. പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചിരുന്ന ട്രംപ് പാകിസ്ഥാൻ ലോകത്തെ ഏറ്റവും ഊഷ്മളമായ രാജ്യമാണ്, വികസിത രാജ്യമാണ് എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ കച്ചവടലാണ്. പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിൽ എന്ന പേരിൽ ഇക്കഴിഞ്ഞ മാർച്ചിൽ ക്രിപ്റ്റോ കച്ചവടത്തിലേക്ക് മാറിയിരുന്നു. ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഡിജിറ്റൽ നാണയമാണ്. പാകിസ്ഥാനിൽ അത് നിരോധിക്കപ്പെട്ടതായിരുന്നു അടുത്ത കാലം വരെ. ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് തൊട്ടു മുമ്പാണ് നിരോധനം പിൻവലിച്ച് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ക്രിപ്റ്റോ കച്ചവടമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ലാക്കാക്കുന്ന ഏക വഴി. പാകിസ്ഥാന് വേറെ വഴികളൊന്നുമില്ല. സാമ്പത്തിക വഴികളെല്ലാം അവസാനിച്ചു. ഭീകരവാദികൾ അഴിഞ്ഞാടുകയാണ്. ആഭ്യന്തര ഉൽപാദനം പോയി. തൊഴിലില്ലായ്മ രൂക്ഷമായി. യുവാക്കളൊക്കെ എങ്ങനെയെങ്കിലും നാടുവിടുന്നു. അവർ ദുബായിലേക്ക് പോയി അവിടെ നിന്നും യൂറോപ്പിലേക്ക് പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ കരകയറ്റാൻ ട്രംപ് കണ്ടുപിടിച്ചൊരു വഴിയാണ് ക്രിപ്റ്റോ കച്ചവടത്തിന്റെ തലസ്ഥാനമാക്കുക. ഇങ്ങനെ കുത്തഴിഞ്ഞ ഒരു രാജ്യമുണ്ടെങ്കിൽ മാത്രമേ ട്രംപിനെ തന്റെ കച്ചവട താല്പര്യം സംരക്ഷിക്കാൻ കഴിയൂ. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ച ഒന്നാണ്. യഥാർത്ഥത്തിൽ കറൻസി ഇല്ല. ഊഹ കച്ചവടം പോലെയുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ട്രംപ് സ്വന്തമായി ഒരു ക്രിപ്റ്റോ കറൻസി ഇറക്കുകയാണ്. വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽസ്, WLP എന്നാണ് ഇതിന്റെ പേര്. ഈ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽസ് ട്രംപിന്റെ മക്കളും മരുമക്കളും ഒക്കെ ഉടമസ്ഥാവകാശത്തുള്ള സ്ഥാപനമാണ്. ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു അതിന് തുടക്കമിട്ടത്. അങ്ങനെ ഒരു കമ്പനി തുടങ്ങി അതിന്റെ പേരിൽ ഒരു ക്രിപ്റ്റോ കറൻസി ഇറക്കി. ആ ക്രിപ്റ്റോ കറൻസിക്ക് നിമിഷ നേരം കൊണ്ട് മൂല്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആ മൂല്യവർദ്ധനയുടെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിൽ WLPയുമായി ധാരണയിലെത്തി അതിന്റെ മൊത്ത കച്ചവടക്കാരായി മാറിയിരിക്കുന്നു. അങ്ങനെ ട്രംപിന്റെ ആസ്തി മൂല്യം ഉയർന്നു. പാകിസ്ഥാൻ അതിന് കൂട്ടുനിന്നു. ഇത്തരത്തിൽ ട്രംപിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരെയാണ് ഇപ്പോൾ ട്രംപ് കൂടെ നിർത്തുന്നത്. അങ്ങനെ പാകിസ്ഥാൻ ട്രംപിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ അടുക്കളയിൽ പോയി എച്ചിൽ തിന്ന് ജീവിക്കുകയാണ്. പക്ഷേ ഈ അടിമത്തത്തിന് പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളാണ്, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്.